ഹലോ എല്ലാവർക്കും നമസ്കാരം. ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ വണ്ടി ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്താ പറയുക, നമുക്ക് വണ്ടി സർവീസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് പേർക്ക് കുറേ സംശയങ്ങളുണ്ട്. അതായത് വണ്ടി അതായത് നമ്മുടെ ഫ്രീ സർവീസും ആ ഒരു കാറ്റഗറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി സർവീസ് സെൻറ്ററിൽ കൊടുക്കുക, അതായത് യമഹയുടെ അല്ലെങ്കിൽ കമ്പനി സർവീസ് സെൻറ്ററിൽ കൊടുക്കണോ അതോ പുറത്ത് കൊടുത്ത് ചെയ്താൽ മതിയോ, അവിടെ പുറത്ത് കൊടുത്ത് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവും. അവരെന്തെങ്കിലും സാധനങ്ങൾ നല്ല വല്ല സാധനങ്ങളൊക്കെ അഴിച്ച് മാറ്റിയിട്ട് ലോക്കൽ വല്ല സംഭവങ്ങളൊക്കെ ഇടുമോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ വണ്ടി ഞാൻ പുറത്ത് കൊടുത്ത് ചെയ്യിക്കുകയാണ് കേട്ടോ. ആ ഒരു വീഡിയോ ആണ്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒഴിക്കുന്ന എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ ഏതാണ്, അതിനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാനിതിൽ കാണിക്കുന്നുണ്ടാവും. എന്തൊക്കെയാണ് നിങ്ങൾ പുറത്ത് കൊടുത്ത് ചെയ്യിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് കേട്ടോ. ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നിങ്ങളടുത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യം വെച്ചാൽ, നിങ്ങളുടെ തൊട്ടടുത്ത് ഉള്ള ഏറ്റവും നല്ല ഒരു വർക്ക്ഷോപ്പ് ഏതാണ്, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ടാസ്ക്. കാരണം അത് നല്ലതായിട്ട് പണി ചെയ്യുന്ന വ്യക്തികളെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കിട്ടാൻ വളരെ കുറവാണ്. അത് എന്താ പറയുക, നിങ്ങൾ ശരിക്കും അന്വേഷിച്ച് നിങ്ങളുടെ നാട്ടുകാരോടും വീട്ടുകാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വണ്ടി അവിടെ കൊടുക്കാട്ടോ. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ടാസ്ക്. ഓക്കെ. അപ്പോൾ ആദ്യം വേണ്ട നിങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ എൻ്റെ പേര് രാംദാസ്. ഇത് യാത്രകൾ മുതൽ തന്നെ യാത്രകൾക്ക് ഉപയോഗിക്കുന്ന വണ്ടികളുടെ റിവ്യൂ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കുഞ്ഞു ചാനലാണ്. ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് അണേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സ്പോട്ടിൽ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുത്ത ഷോപ്പാണ് ഇതിപ്പോൾ അത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. VKR എന്ന് പറഞ്ഞ ഷോപ്പാണ്. കഠിനംകുളത്താണ് സ്ഥലം, ട്രിവാൻഡ്രം ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും നല്ല ഷോപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിഗ് ടാസ്ക്. അപ്പോൾ എൻ്റെ വണ്ടി ആൾ കുറച്ച് നേരമൊക്കെ ഓടിച്ച് നോക്കി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വണ്ടി കയറ്റാണ്. അപ്പോൾ പ്രസൻ്റ്ലി ഓടിച്ച് നോക്കിയപ്പോൾ വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും തോന്നിയില്ല ആൾക്ക്. അപ്പോൾ നേരെ വണ്ടി ഇതിന് കയറ്റാണ്, സർവീസിന് കയറ്റാണ്. ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യണ കാര്യമാണ് ഇപ്പോൾ കാണുന്ന താഴത്തെ നെറ്റ് അഴിച്ചിട്ട് എഞ്ചിൻ ഓയിൽ കംപ്ലീറ്റ് പുറത്തെടുക്കുകയാണ്. നമ്മൾ ഓടിക്കഴിഞ്ഞാൽ ഒരു എഞ്ചിൻ ഓയിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കിലോമീറ്റർ ആവാൻ നോക്കി നിൽക്കരുത്. അതിക്കൊരു 200-300 കിലോമീറ്റർ മുമ്പ് വെച്ചിട്ട് മാക്സിമം അത് എന്താ പറയുക സർവീസിന് കയറ്റാൻ ശ്രമിക്കുക. വണ്ടിയുടെ ഹെൽത്തിന് എപ്പോഴും നല്ലത് അത് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ആ പാത്രത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ആ റൈറ്റ് സൈഡിൽ കോർണറിൽ ആ ഭാഗത്ത് നോക്കിയാൽ ചെറിയൊരു റെഡിഷ് കളർ നമുക്ക് കാണാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓയിൽ ശരിക്കും പറഞ്ഞാൽ അത്ര ഇങ്ങോട്ട് കേടായിട്ടില്ല. ചേട്ടാ, നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണ്? മോട്ടൂൾ. ഏതായാലും ഗ്രേഡ് വരണേ? 2040. ഓക്കെ. ഓക്കെ. സാധാരണ ഇത് കറക്റ്റ് ഓയിൽ ചേഞ്ച് ആയതുകൊണ്ട് നമുക്ക് ഇപ്പം സാധാ ഓയിൽ മതി. അതെ. ആവശ്യം. ഓക്കെ. എന്താ നമ്മൾ ചെയ്യണേ? അതിലൊരു കുമ്മള വരുന്നുണ്ട്, നമ്മൾ ഡയറക്റ്റ് ഈ എഞ്ചിനകത്തോട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര നേരം താമസിക്കും ഇതിനകത്ത്. അതായത് ഈ ഓയിൽ സർക്കുലേഷൻ ഹോൾസ് ഉണ്ടല്ലോ എഞ്ചിനകത്ത്, അതിനകത്ത് ഈ വാക്യൂം നിൽക്കും. ഇത് നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും വാക്യൂം നിൽക്കും. ഓക്കെ, അതൊരു പുതിയ അറിവാട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആ വണ്ടിയുടെ പഴയ ഓയിൽ ഫിൽറ്റർ ഉണ്ടല്ലോ, അത് നമ്മൾ അത് കംപ്ലീറ്റ് അഴിച്ച് അത് മാറ്റാൻ പോവാണ്. അത് കംപ്ലീറ്റ് കഴുകി നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം പ്രഷർ വാഷ് ചെയ്യും. പ്രഷർ വാഷ് ചെയ്ത് ഉള്ളൊക്കെ തുടച്ചതിന് ശേഷമാണ് പുതിയ ഓയിൽ ഫിൽറ്റർ വെച്ച് ഫിറ്റ് ചെയ്യും കേട്ടോ. ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ ഉള്ളവരൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കഴക്കൂട്ടം, കണിയാപുരം ആ ഒരു ഏരിയയിലുള്ള ആളുകൾ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ സർവീസ് ചെയ്യണമെന്നാണെങ്കിൽ ഞാൻ ലൊക്കേഷൻ പറഞ്ഞുതരാം. അതായത് കഠിനംകുളത്ത് വന്നതിന് ശേഷം നമ്മുടെ ലേക്ക് പാലസിലേക്ക് പോകുന്ന വഴി, അതായത് അതിൽ നിന്ന് നേരെ പോകുന്ന വഴി ലെഫ്റ്റ് സൈഡ്, ലേക്ക് പാലസ് എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഷോപ്പ്. കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ടാവും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ താഴത്തെ നെറ്റൊക്കെ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിപ്പ് ചെയ്തിട്ടായിരുന്ന ആ പുതിയ ഫിൽറ്റർ ഉണ്ടല്ലോ, ആ ഫിൽറ്റർ നമ്മൾ അതിൽ വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം കംപ്ലീറ്റ് തുടച്ചതിന് ശേഷമൊക്കെയാണ് ചെയ്യണത്. കംപ്ലീറ്റ് തുടച്ചതിന് ശേഷം അത് സംഭവം അതിൻ്റെ ഉള്ളിൽ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പുതിയ മോട്ടൂളിൽ നമ്മൾ ആ ഓയിൽ അതിൽ ഒഴിക്കുകയാണ്.
പിന്നെ ഇപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ VK എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആളെ വിളിക്കാം, സംസാരിക്കാം. കംപ്ലീറ്റ് ഡൗട്ടും കാര്യങ്ങളൊക്കെ ആൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അടുത്ത നമ്മുടെ പണി എന്ന് പറയുന്നത് തന്നെ ഈ എയർ ഫിൽറ്റർ ക്ലീനിങ് ആണ് കേട്ടോ. എയർ ഫിൽറ്റർ ക്ലീനിങ് ചെയ്യുമ്പോൾ വെച്ചാൽ കംപ്ലീറ്റ് ആ സൈഡിലെ കിറ്റ് Fzs V3 ആണെങ്കിൽ ഇപ്പോൾ സൈഡിലെ കിറ്റ് കംപ്ലീറ്റ് അഴിച്ചതിന് ശേഷം അതിനുള്ളിൽ നിന്ന് എയർ ഫിൽറ്റർ അഴിച്ച് കംപ്ലീറ്റ് നല്ല രീതിയിൽ തുടച്ച് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഉള്ളിലൊക്കെ. അതുപോലെ തന്നെ നമ്മൾ പ്രഷർ വാഷ് ഒക്കെ അടിച്ച് കംപ്ലീറ്റ് അതിലെ പൊടിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ്, അതുപോലെ തന്നെ എയർ ഫിൽറ്റർ കംപ്ലൈൻറ്റ് അതായത് ഒത്തിരി മാറേണ്ട ആ ഒരു ടൈം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിക്കളയുക. അതല്ല ജസ്റ്റ് ക്ലീൻ ചെയ്താൽ ഓക്കെ ആവുന്നതാണെങ്കിൽ അത് നിങ്ങൾ ക്ലീൻ ചെയ്ത് തന്നെ വയ്ക്കുക, കുഴപ്പമില്ല, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ആളോട് ചോദിച്ച വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിൽറ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്താണ് കേട്ടോ. ആളോട് ചോദിച്ചു നമ്മുടെ കോൺ ഫിൽറ്റർ അതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്നുള്ളത്. അതായത് നമ്മുടെ പെർഫോമൻസ് ഫിൽറ്റർ ഉണ്ടല്ലോ, Canon അതുപോലെ തന്നെ യൂണിയുടെ ആ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ വെച്ചപ്പോൾ ആൾ പറഞ്ഞു കുഴപ്പമുണ്ട്, അത് വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് നാളൊക്കെ നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ എന്താ പറയുക കുറേ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ എൻജിൻ സൈഡിൽ നിന്നൊക്കെ കയറി വരാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് ആൾ പറയണത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഫിൽറ്ററും കാര്യങ്ങളൊന്നും പുറത്തുനിന്ന് മേടിച്ച് യൂസ് ചെയ്യാതിരിക്കുക ഈ ഒരു വണ്ടിയിൽ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മുടെ സ്പാർക്ക് പ്ലഗ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ചെക്ക് ചെയ്തതിന് ശേഷം മാറ്റേണ്ട ഒരു ടൈമാണെങ്കിൽ മാറ്റി കളഞ്ഞേക്കുക, പുതിയ സ്പാർക്ക് പ്ലഗ് വയ്ക്കുക. എൻ്റെ ജസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ സർവീസിൽ ഞാൻ അത് മാറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്രാക്കൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുത്ത് ജസ്റ്റ് അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ച് കളഞ്ഞതിന് ശേഷം അത് തിരിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ഉചിതം പോലെ നിങ്ങളുടെ വണ്ടിയുടെ ആ ഒരു ഇത് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അത് തിരിച്ച് വെച്ച് ടൈറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ബ്രേക്ക് ആണ് കേട്ടോ. നമ്മൾ ആദ്യം വണ്ടി ഓടിച്ച് നോക്കിയപ്പോഴേ ബാക്കിൽ ബ്രേക്ക് കുറച്ച് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കഴിഞ്ഞ സർവീസിൽ ഞാൻ നമ്മുടെ ബാക്കിലെ ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യാനായിട്ട് വിട്ടുപോയിരുന്നു. അത് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ ചെയ്തില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ബ്രേക്ക് പാഡാണ് കഴിഞ്ഞ സർവീസിൽ ഞാൻ കയറ്റിയിരുന്നത്. അതൊരു പകുതിയോളം തേഞ്ഞ് തീർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ല പണി എനിക്ക് ഇതിൽ കിട്ടിയായിരുന്നു. ഇപ്പോൾ ഞാൻ ആളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ആദ്യം പറഞ്ഞു ഇത് .4 ആണെന്ന് പറഞ്ഞു. പക്ഷേ അല്ല, ഇത് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് .4 ആണെങ്കിൽ ഗോൾഡൻ കളറായിരിക്കും ആൾ തന്നെ പറഞ്ഞു തന്നു. പക്ഷേ ഇത് .3 ആണ് ഇതിൽ ഒഴിക്കുന്നത്. നമ്മുടെ അതായത് FC വേർഷൻ 3 ഒഴിക്കുന്ന ഇത് .3 ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കറക്റ്റ് ലെവൽ നോക്കിയതിന് ശേഷം നിങ്ങളത് റീഫിൽ ചെയ്യാൻ ശ്രമിക്കുക. അതൊന്നും മറന്നു വരുത്. അതൊക്കെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് പാഡ് ഏകദേശം ഒരു മാസം കൂടി ഓടുള്ളൂ എന്നാണ് ആൾ പറഞ്ഞത്. അത് ഏകദേശം ഒരു 600-650 രൂപയുടെ ചിലവ് ആ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് കേബിളും അതുപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിളും മാറാൻ പോവാണ്. അത് കഴിഞ്ഞ സർവീസിന് വന്നു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞായിരുന്നു അധികം വൈകാണ്ട് തന്നെ അത് മാറണവർ, കാരണം കുറേശ്ശെ ടൈറ്റായി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവം നമ്മൾ ഈ ഒരു സർവീസിൽ മാറുകയാണ് കേട്ടോ. ക്ലച്ചിൻ്റെ കേബിൾ കംപ്ലീറ്റ് മാറാണ്. ഇത് എല്ലാ സർവീസിനും വരുന്നതല്ല. നിങ്ങൾ ഏകദേശം നിങ്ങളുടെ വണ്ടി നിങ്ങൾ FC ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഒരു 18,000 കിലോമീറ്റർ ഒക്കെ എത്തുമ്പോഴേക്കും ക്ലച്ച് ടൈറ്റ് ആവാൻ തുടങ്ങും. ചിലപ്പോൾ അതിക്ക് മുന്നേ മാറണവരും. എനിക്കിപ്പോൾ 18,500 19 ആവാറായി. അപ്പോൾ അത് ഞാൻ ഈ ഒരു സർവീസിൽ മാറ്റി കളയാണ്. അടുത്തത് ഇതാ അവിടെ നമ്മുടെ എന്താ പറയുക ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ കഴിഞ്ഞ സർവീസിൽ ചെന്നപ്പോഴും റൈറ്റ് സൈഡിലേക്കൊക്കെ ഓടിക്കുമ്പോഴായിട്ട് വണ്ടി ഓട്ടോമാറ്റിക്കലി റൈസ് ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വയറിൻ്റെ ഉള്ളിലൊക്കെ ചെറുതായിട്ട് തുരുമ്പ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നം വന്നു. അപ്പോൾ ആ കേബിൾ മാറിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം ഒഴിവായിക്കോളും. അപ്പോൾ അതൊക്കെ കറക്റ്റ് ടൈമിന് മാറാം. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഇതുപോലെ നമ്മുടെ ആക്സിലേറ്ററിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഹാൻഡിലൊക്കെ നന്നായിട്ട് ഒന്ന് ഉരച്ചൊക്കെ അതിൻ്റെ ഉള്ളിലെ തുരുമ്പും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഒന്ന് കളഞ്ഞേക്കുക. അപ്പോൾ നല്ല സ്മൂത്തായിരിക്കും. അത് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു റിസൾട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കിയ ആ ഒരു ടൈമിൽ കിട്ടിയ ആ ഒരു പക്ക ആ ഒരു സ്മൂത്ത്നെസ് ഒക്കെ നമുക്ക് ഇത് ചെയ്തതിന് ശേഷം ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ ഏത് സർവീസിന് ചെയ്താലും ഇടയ്ക്ക് ഇപ്പോൾ ആ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് അഴിച്ചതിന് ശേഷം അത് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. വണ്ടി നല്ല സ്മൂത്തായിരിക്കും. നമുക്ക് തിരിക്കുമ്പോഴൊക്കെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് വണ്ടി കൊണ്ടു നടക്കാനൊക്കെ പറ്റും.
അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ അകത്തുള്ള കലാപരിപാടികൾ ഇതോടുകൂടി നമ്മൾ തീരുകയാണ്. അപ്പോൾ അതേ ആൾ വണ്ടി എടുത്ത് ജസ്റ്റ് പുറത്ത് പോവാണ്, ഒന്ന് ഓടിച്ച് നോക്കാനൊക്കെ ആയിട്ട്. ഓടിച്ച് നോക്കിയതിന് ശേഷം ഉള്ള ബാക്കിയുള്ള പരിപാടികൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. സർവീസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചെയിൻ ക്ലീനിങ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ തന്നെ വണ്ടി വാഷ് ചെയ്ത് കംപ്ലീറ്റ് ആ ചെയിനൊക്കെ അതിൻ്റെ ഉള്ള ഗ്രീസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കളയുക, ഓയിലൊക്കെ അടിച്ച് ചെയിൻ ക്ലീനറൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ആൾ കഴുകി നല്ല കണ്ടീഷൻ ആക്കിയിട്ടോ. അതിനുശേഷം എന്തായാലും വണ്ടി വാട്ടർ സർവീസിനും കൂടി കയറ്റി ആൾ കംപ്ലീറ്റ് ഡീസൽ വാഷും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ടാണ് പുള്ളി വണ്ടി പുറത്തേക്ക് ഇറക്കിയത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താ പറയുക നമ്മുടെ ചെയിൻ ടൈറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ടൈറ്റ് ചെയ്തു, അതുപോലെ തന്നെ ചെയിൻ ലൂബ് ചെയ്തു നല്ല രീതിയിൽ. അത് മോട്ടുകളുടെ തന്നെ നല്ല ഒരു ബ്രാൻഡഡ് എന്താ പറയുക ഒരു ചെയിൻ ലൂബ് വെച്ചാണ് ആൾ ലൂബ് ചെയ്തത്. ലൂബൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വാട്ടർ സർവീസ് കഴിഞ്ഞ വണ്ടികൾ കംപ്ലീറ്റ് ശരിക്കും ഉണങ്ങിയ തുണി വെച്ച് തുടച്ച് എടുക്കണം, അല്ലെങ്കിൽ ആ വാട്ടർ മാർക്കും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതൊക്കെ തുടച്ച് നമ്മുടെ ആ ഒരു വാക്സൊക്കെ ഇട്ട് നമ്മുടെ ഫ്രണ്ടിലെ ക്രോമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കുറേ ഡോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. വണ്ടി ശരിക്കും പക്ക ഒരു ഷോറൂം കണ്ടീഷൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. എന്താ പറയുക, അത്യാവശ്യം ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഞാനതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഇപ്പോൾ അതിൽ ഞാൻ കൊടുത്തേക്കണ ആ ഒരു ക്ലച്ചിൻ്റെ കേബിളും അതുപോലെ തന്നെ ആക്സിലേറ്റർ കേബിളും മാറുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അതൊന്നും സാധാരണ നോർമൽ സർവീസിൽ വരലില്ല. അത് നിങ്ങളുടെ ആ ഒരു കിലോമീറ്റർ ഏകദേശം ഇപ്പോൾ എൻ്റെ വണ്ടി ഏകദേശം ഒരു 18-19 കിലോമീറ്ററിന് അടുത്തായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സംഭവമൊക്കെ മാറിയത്. ചെറിയ ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് അത് മാറിയത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എല്ലാ സർവീസിലും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. അതായത് ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, പിന്നെ അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗ്, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ബ്രേക്ക് ഫ്ലൂയിഡ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. സ്റ്റംപ് ഓയിൽ നോക്കേണ്ട സംഭവമാണ് കേട്ടോ. നിങ്ങൾ 15,000 കിലോമീറ്റർ നിങ്ങളുടെ വണ്ടി കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റംപ് ഓയിൽ മാറാൻ ശ്രമിക്കുക. അത് വെച്ചുകൊണ്ട് ഓടിക്കഴിഞ്ഞ് പിന്നെ ഓയിൽ സീൽ പൊട്ടാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു യാത്രാവിശേഷങ്ങളോ വണ്ടിയുടെ റിവ്യൂക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം വിട പറയാണ്. അതിക്ക് മുമ്പ് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസോ നിങ്ങളുടെ വിലയേറിയ കമൻസ് എന്തായാലും തന്നെ നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, എന്നെക്കൊണ്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്, രാംദാസ്.